ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ചക്ക കൊണ്ടുള്ള ഒരു മസാലക്കറിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് അധികം മൂക്കാത്ത ഒരു ചക്കയാണ്. ഒരു ചെറിയ ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് നന്നായി അതിൻ്റെ തൊലി കളഞ്ഞ് വേവിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച്, ഞാൻ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്, അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇടത്തരം 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 5-8 വെളുത്തുള്ളി അല്ലിയാണ്. ഇത് നല്ലപോലെ ചതച്ചെടുത്തിട്ട് ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. 3-4 ഗ്രാമ്പുവും ചെറിയൊരു ഏലക്കായും ഒരു കറുവപ്പട്ടയും കറുവയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുത്ത് മസാലക്കറി ആയിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എരിവിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായി വഴണ്ട് വരണം. അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക, കാരണം മൺചട്ടിയിലാണല്ലോ വെക്കുന്നത്. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കറി ഇവിടെ ഇരുന്ന് വഴണ്ട് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. ഞാൻ നേരത്തെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഇനി ഇത് പെട്ടെന്നൊന്ന് അരച്ചുകൊണ്ട് വരണം. കറി വഴണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കണം. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, നല്ല രുചിയും കിട്ടും. എല്ലാം ഒന്ന് നന്നായി ഉടച്ച് ചേർത്തതിന് ശേഷം ഇതിലേക്ക് അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പ്, തേങ്ങ വറുത്തരച്ച ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും മിക്സിയുടെ ജാറ് കഴിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അല്പം ലൂസായിട്ട് തന്നെ ചാറ് വേണം, കാരണം ഇത് ചക്കയും കൂടി ഇട്ടിട്ടാകുമ്പോൾ ഒന്ന് കൊഴുത്ത് വരും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നന്നായി വെട്ടി തിളച്ച് വരണം. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അല്പം കറിവേപ്പിലയും കൂടെ തൂകിക്കഴിഞ്ഞാൽ കറി റെഡിയായി. ചക്ക റെയറായിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു കറി വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു വളരെ വലിയ കാര്യമാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല കറിയാണ്. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറ് അല്പം കൂടെ കൂടുതൽ നമ്മൾ കഴിച്ചു പോകും. അത്ര രുചിയാണ് ഈ കറിക്ക്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കാതെ ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഞാൻ വെണ്ടക്ക മെഴുക്ക് പുരട്ടി വെക്കാനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.